എല്ലാവർക്കും വീഡിയോയിലേക്ക് വരാം. നമുക്ക് എക്സസൈസ് ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത് എപ്പോഴും രാവിലെ തന്നെ എക്സസൈസ് ചെയ്യുന്നതാണ് നല്ലത്. രാവിലെ ഉണർന്ന് വന്നുടൻ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ തലേ ദിവസം കഴിച്ച ആ ഒരു ഭക്ഷണ രീതികളുടെ അതിൻ്റെ ഒരു കലോറി നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കിട്ടുന്ന ആ ഒരു ദിവസം മുഴുവനും നല്ല ശരീരത്തിന് ഉന്മേഷത്തോടെ ഇരിക്കാനും സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് റണ്ണിങ് എക്സസൈസാണ്. ഇത് നല്ല ശരിക്കും തടിയൊക്കെ ഉള്ളവർക്ക്, അല്ലെങ്കിൽ ഭയങ്കര മടി പിടിച്ചിട്ട്, ഇപ്പോൾ വണ്ണമൊന്നും ഇല്ലാത്തവരാണെങ്കിലും ബാലൻസ് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസാണ്. കാരണം വണ്ണമില്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ സ്വയം ഒന്ന് കൈ വിട്ട് കുറച്ച് നേരം നിൽക്കാനൊക്കെ പാടാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇതുപോലെ ഒരു ചെയറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വസ്തുവിലോ പിടിച്ചുകൊണ്ട് അവിടുന്ന് നമ്മുടെ കൈ വിട്ടു പോകാത്ത രീതിയിൽ പിടിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഒരു വസ്തു വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ചെയറാണെങ്കിൽ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും, ഒരു ചെയർ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ എക്സസൈസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ വന്നോടനെ റണ്ണിങ് ആണ് ചെയ്യേണ്ടത്. ഒരു സ്ഥലത്ത് കൊണ്ട് നിന്ന് മാത്രം ചെയ്യുന്ന എക്സസൈസ്. അത് നമ്മുടെ പരിമിതി പോലും പ്രശ്നമില്ല. കുറേ നടക്കണ്ട, കുറേ ഓടണ്ട. അപ്പോൾ ഒരിടത്ത് തന്നെ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതെന്ന് പറയുന്നത് നമുക്ക് കാലുകൾ ഇങ്ങനെ ചലിപ്പിക്കുമ്പോൾ നമ്മുടെ ഇടുപ്പിലും കാലുകളിലും ഉണ്ടാകുന്ന മസിലിൻ്റെ ലൂസൊക്കെ മാറ്റി അവിടെയൊക്കെ ടൈറ്റ് ആകുന്നതാണ്. വീണ്ടും നമ്മൾ റിലാക്സേഷന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു റണ്ണിങ് കൊടുക്കണം. റണ്ണിങ് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആദ്യമായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഞാൻ ഇപ്പുറേ സൈഡിലേക്ക് വെച്ചു. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് രണ്ട് സൈഡിലും മാറി മാറി ഇങ്ങനെ ചെയ്യുക. തുടക്കത്തിൽ ഇങ്ങനെ ഒരുപാട് തടിയുള്ളവർക്കും അല്ലെങ്കിൽ തടിയില്ലാതെ തന്നെ ബാലൻസ് കിട്ടാത്തവർക്കും ഒക്കെ ഇങ്ങനെ ഒരു സപ്പോർട്ട് വീതം ചെയ്തതിന് ശേഷം പിന്നീട് നമുക്ക് എവിടെയും പിടിക്കാതെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് ആരുടെ ഒരു സപ്പോർട്ടില്ലാതെ നമ്മുടെ സ്വന്തം ശരീരത്തെ നിലയ്ക്ക് നിർത്തിക്കൊണ്ട് നമുക്ക് ഈ ഒരു വ്യായാമം ചെയ്യാവുന്നതാണ്. ഇത് ഞാനിപ്പോൾ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ കുറച്ചുകൂടി കുനിഞ്ഞിട്ട് ഒരു വ്യായാമം ചെയ്തിരുന്നു. അപ്പോൾ പറഞ്ഞു, ഒരുപാട് കമൻ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്യാനൊക്കെ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണെന്ന്. അപ്പോൾ തുടക്കക്കാരും അല്ലെങ്കിൽ ഒരുപാട് വണ്ണമുള്ളവരും അല്ലെങ്കിൽ ആദ്യമായി ചെയ്യുന്നവരൊക്കെ വളരെ സാവധാനം ഇത്രയും ഒന്ന് കുനിഞ്ഞാൽ മതി. ഇതിങ്ങനെ ദിവസവും ചെയ്തു വരുമ്പോൾ നമുക്ക് സാവധാനം നമ്മുടെ ശരീരത്തെ വളച്ച് താഴേക്ക് കൊണ്ടുവന്ന് നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തെ ഫ്ലെക്സിബിൾ ആക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിലൂടെ നമ്മുടെ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ BP, കൊളസ്ട്രോൾ, അതുപോലെ തന്നെ മറ്റ് ശാരീരിക അസ്വസ്ഥത ഉള്ളവർ, ഷുഗർ ഉള്ളവർക്കൊക്കെ ചെയ്യാവുന്ന ഒരു വ്യായാമമാണ്. അപ്പോൾ ഒരു വ്യായാമം ചെയ്ത് കഴിയുമ്പോൾ